കർത്താവിൻ്റെ നാമത്തിന് മഹത്വം. ദൈവസന്നിധിയിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കട്ടെ. കർത്താവിൽ ആശ്രയിച്ച് കഴിഞ്ഞ ആഴ്ച മുതൽ പുതിയ ഒരു വിഷയമാണ് നാം ഒരുമിച്ച് പഠിക്കുന്നത്. അത് പരിശുദ്ധാത്മ നിറവിനെ കുറിച്ചാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ വാക്യമാണ് ആ പഠനത്തിന് ആധാരമായി എടുത്തിരിക്കുന്നത്. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ദൈവമക്കൾ അന്യഭാഷയിൽ സംസാരിച്ച് തുടങ്ങി എന്ന വചനത്തെ ആസ്പദമാക്കി പരിശുദ്ധാത്മ നിറവിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചത് പരിശുദ്ധാത്മ നിറവിൻ്റെ ഉദ്ദേശങ്ങളെ കുറിച്ചാണ്. ദൈവം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ദൈവിക ഉദ്ദേശമുണ്ട്. ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ നിറവ് കർത്താവായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അവിടുത്തെ ശിഷ്യന്മാർക്ക് നൽകുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു. അതിന്റെ ഭാഗമായിട്ട് പഠിച്ചത് യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തെക്കുറിച്ചാണ്. യോഹന്നാൻ സ്നാപകൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കർത്താവിനെ പ്രവാചക ദൗത്യവുമായി കർത്താവിനെ പാതയൊരുക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഉദ്ദേശം എന്ന് പറയും. അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും എന്ന് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. അതിൻ്റെ ഉദ്ദേശം കർത്താവായ ക്രിസ്തുവിനെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ യോഹന്നാൻ സ്നാപകൻ ആ ദൗത്യവുമായിട്ട് ഈ ഭൂമിയിൽ അവിടുത്തെ ശുശ്രൂഷകൾ ചെയ്തു എന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചു. ഇനി ഈ പരിശുദ്ധാത്മ നിറവ് എന്ന് പറയുന്ന വിഷയത്തെ അധികം ആളുകൾ സംസാരിക്കാതെ കൂടുതലും അഭിഷേകം എന്ന് പറയുന്ന പദമാണ് നാം കേൾക്കാറുള്ളത്. അഭിഷേകം, അഭിഷേകത്തിൻ്റെ ശക്തി തുടങ്ങിയ പദങ്ങൾ അല്ലെങ്കിൽ തുടങ്ങിയ കാര്യങ്ങളാണ് നാം കൂടുതലായിട്ട് കേൾക്കുന്നതും അതിനോട് അനുബന്ധിച്ചുള്ള പ്രസംഗങ്ങളാണ് പലപ്പോഴും നാം കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ചില സന്ദർഭങ്ങളിലെങ്കിലും തിരുവചനത്തിന് നിരക്കാത്ത അല്ലെങ്കിൽ തിരുവചനം പഠിപ്പിക്കുന്നത് പോലെ അല്ലാതെ ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ അഭിപ്രായങ്ങളും മനസ്സിൽ വരുന്ന ചിന്തകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പറയുന്ന രീതികളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പരിശുദ്ധാത്മ നിറവ് ലഭിച്ച ഒരു വ്യക്തിയെ എങ്ങനെ മനസ്സിലാകും എന്നുകൂടി നാം ചിന്തിക്കണം. പരിശുദ്ധാത്മ നിറവ് ഒരു വ്യക്തിക്ക് ലഭിച്ചു എങ്കിൽ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാകുന്നു എന്ന് വ്യക്തമായി നാം തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ പഠിക്കണം. അതിൻ്റെ പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് ആത്മിക വരങ്ങളുടെ സമ്പന്നതയേക്കാൾ ആത്മഫലത്തെ പൂർണ്ണതയിൽ എത്തിക്കുക എന്നതാണ് ആത്മനിറവിൻ്റെ തെളിവായി കാണുന്നത്. ആത്മനിറവിൻ്റെ തെളിവായി ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന പ്രത്യേകത എന്ന് പറയുന്നത് ആ വ്യക്തി ആത്മാവിൻ്റെ ഫലം ഉള്ള ജീവിതം നയിക്കും എന്നാണ്. അഭിഷേകം എന്നൊക്കെ പറഞ്ഞ്
ആളുകൾ പലപ്പോഴും വൈകാരിക ഇളക്കപ്പെരുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുമ്പോൾ ശരിക്കും തിരുവചനം പഠിപ്പിക്കുന്നത് ആ ഇളക്കപ്പെരുപ്പങ്ങളുടെ പ്രതിഭാസങ്ങളിലല്ല ആത്മനിറവ് നിലനിൽക്കുന്നത്. മറിച്ച് ആത്മനിറവ് ഒരു വ്യക്തിക്ക് ലഭിച്ചാൽ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ആ വ്യക്തി ആത്മാവിന്റെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കും. സമൂഹത്തിൽ, സഭയിൽ ഒക്കെ അങ്ങനെ ഒരു ജീവിതം നയിക്കും എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ലഭിച്ചതിന് ശേഷവും കൊരിന്തിലെ സഭ ജഡീകമായി തന്നെ തുടർന്ന ചരിത്രമുണ്ട്. അതായത് അവർക്ക് കൃപാവരങ്ങൾ ഉണ്ടായിരുന്നു. കർത്താവിന്റെ വരവിന്റെ പ്രത്യക്ഷതയെക്കുറിച്ച് വിചാരവും ചിന്തയും ഒക്കെ ഉള്ളവരെ. എന്നാൽ അതെല്ലാം ഉപരിപ്ലവമായി നിലനിർത്തിപ്പോയ അവർക്ക് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ആ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ദൈവം അവർക്ക് നൽകിയ ആത്മനിറവിന്റെ അഭിഷേകത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഫലം പുറപ്പെടുവിച്ച് ജീവിക്കുവാൻ കഴിയാതെ പരാജയത്തിലേക്ക് പോയ ചരിത്രം കൊരിന്തി ലേഖനത്തിലുണ്ട്. 1 കൊരിന്ത്യർ 1:7 വായിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. 1 കൊരിന്ത്യർ 1:7 വാക്യത്തിൽ കൊരിന്ത് സഭയിലെ വിശ്വാസികളെ കുറിച്ച് അപ്പോസ്തലൻ പറയുന്നത്, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കും. ഈ സഭയുടെ 2 പ്രധാനപ്പെട്ട പ്രത്യേകത: ഒന്ന്, എല്ലാ കൃപാവരങ്ങളും ഉള്ള സഭ. 2, കർത്താവിന്റെ പ്രത്യക്ഷത കാത്ത് ജീവിക്കുന്ന ആളുകളുടെ സഭ. എല്ലാ കൃപാവരങ്ങളും ഉള്ള സഭയാണ് കൊരിന്തിലെ സഭ. ഇന്ന് സഭകളിൽ കൃപാവരങ്ങൾ ഉണ്ട്. എന്നാൽ ഇതുപോലെ എല്ലാ കൃപാവരങ്ങളുടെയും പ്രവൃത്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലർക്കൊക്കെ അതിൽ സംശയങ്ങൾ തുടങ്ങിയിരിക്കുന്ന കാലമാണ്. എങ്കിലും കൂടുതലായി ഇന്ന് ആളുകൾ സഭയിൽ കണ്ടുവരുന്നതും പുതുതലമുറകൾ മനസ്സിലാക്കിയിരിക്കുന്നതുമായ ഒരു കൃപാവരം പ്രവചനമാണ്. എല്ലാ സഭകളും പ്രവാചകന്മാരെയും അല്ലെങ്കിൽ പ്രവചനത്തെയും ആശ്രയിക്കാറുണ്ട്. ഉപവാസ പ്രാർത്ഥനകളിലും അല്ലാതെയും ഒക്കെ പ്രവാചകന്മാരെ വിളിച്ചു വരുത്തി പ്രവചനം കേൾക്കുകയും ആ കേൾക്കുന്ന പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മാനസാന്തരത്തിനായി ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്യുന്ന രീതി ഇന്നുമുണ്ട്. എന്നാൽ കൊരിന്ത് സഭയിൽ അങ്ങനെ പ്രവചനം മാത്രമല്ലായിരുന്നു, എല്ലാ കൃപാവരങ്ങളും. പരിശുദ്ധാത്മാവ് എത്ര കൃപാവരങ്ങൾ ദൈവസഭയുടെ പ്രവർത്തനത്തിനായി ദൈവജനങ്ങളിലൂടെ ഈ ഭൂമിയിൽ മനുഷ്യരുടെ ആശ്വാസത്തിനും നന്മയ്ക്കും സമാധാനത്തിനും സൗഖ്യത്തിനുമായി അയക്കുവാൻ ആഗ്രഹിച്ചുവോ, അതെല്ലാം കൊരിന്ത് സഭയിലെ വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ കൊരിന്ത് സഭയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ അതെല്ലാം ഉപയോഗിക്കുമ്പോൾ തന്നെ അവരെ മറ്റൊരു കാര്യത്തിൽ വളരെ ശ്രേഷ്ഠരാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ഇന്ന് അതൊക്കെ എത്രത്തോളം ജീവിതത്തിൽ ഉത്സാഹത്തോടെ കാത്തു സൂക്ഷിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പലർക്കും അതിന് വ്യക്തമായ ഒരു മറുപടി ഉണ്ടായെന്ന് വരികയില്ല. എന്നാൽ അങ്ങനെയല്ല ആ കാലത്ത്. കർത്താവ് അവരുടെ കാലത്ത് തന്നെ വരും എന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ഒരു കാലത്ത് ദൈവസഭയിലെ എല്ലാ പ്രസംഗങ്ങളിലും, പരസ്യയോഗത്തിലെയും കൺവെൻഷനിലെയും സഭായോഗത്തിലെ പ്രസംഗങ്ങളിലും കർത്താവിന്റെ വരവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന, കർത്താവിന്റെ വരവിന്റെ പ്രസക്തിയെക്കുറിച്ച്
വിളിച്ചറിയിക്കുന്ന പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ കർത്താവിന്റെ വരവിനെ കുറിച്ച് കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രതീക്ഷയുള്ള, പ്രത്യാശയുള്ള ആ പ്രത്യക്ഷത കാത്തിരുന്ന ദൈവജനങ്ങളാണ് കൊരിന്തിലെ സഭയിലെ ആളുകൾ. ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഇവർ എത്രയോ ശ്രേഷ്ഠരാണ്. എല്ലാ കൃപാവരവുമുണ്ട്, കർത്താവിന്റെ വരവിന്റെ പ്രത്യക്ഷതയെ കാത്തിരുന്നവരുമാണ്. എന്നാൽ 3-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മികരോട് എന്ന പോലെയല്ല, ജഡികന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിക്കുവാൻ കഴിഞ്ഞുള്ളൂ. അഭിഷേകവുമുണ്ട്, കൃപാവരങ്ങളുമുണ്ട്, കർത്താവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നതിൽ ഉത്സാഹവുമുള്ളവരായ ഈ ആളുകളുടെ ജീവിതത്തിന്റെ നിലവാരത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ അവരോട് പറഞ്ഞത്, ആത്മികരെ പോലെ അവരെ കാണാൻ സാധിക്കുന്നില്ല, മറിച്ച് അവരെങ്ങനെയുള്ളവരായി? ജഡീകരായി മാറി. ക്രിസ്തുവിൽ ശിശുക്കളാണ് എന്ന് പറഞ്ഞാൽ, ഇറങ്ങിയ കാലം പരിശോധിച്ചാൽ ഉപദേഷ്ടാക്കന്മാരെ പോലെ ആകുവാൻ പറ്റിയ അവസരങ്ങൾ അവർക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നും അവര് ശിശുക്കളായിട്ട്, ആത്മീയ ജീവിതത്തിൽ വളർച്ചയില്ലാത്തവരായിട്ട്, പക്വതയില്ലാത്തവരായിട്ട്, ധാർമ്മിക ജീവിതത്തിൽ മെച്ചമായ ഒരു ഉദ്ദേശശുദ്ധി അല്ലെങ്കിൽ നല്ല ഒരു ജീവിത നിലവാരം പടുത്തുയർത്തുവാൻ കഴിയാത്തവരായിട്ട് ജീവിച്ചു പോകുന്നു. അതിന്റെ കാരണം 3-ാമത്തെ വാക്യത്തിലാണ്. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ, അതുകൊണ്ട് നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെ, വേൾഡ്ലി മെൻ, അതുപോലെ നിങ്ങളായിരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയും. അപ്പോൾ ഒരു കാര്യം അവിടെ നിന്ന് നമ്മൾ പ്രധാനമായി പഠിക്കേണ്ടത്, ഈ ആത്മനിറവ് എന്ന് പറയുന്നത് നമ്മൾ പ്രവചിക്കുന്നത് കൊണ്ടോ, നാം പ്രാർത്ഥിക്കുമ്പോൾ ഒരു രോഗി സൗഖ്യമായത് കൊണ്ടോ, നല്ല വാക്ചാതുര്യത്തോടെ പ്രസംഗിക്കുന്നത് കൊണ്ടോ നമ്മളിൽ ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. ഇതൊക്കെ ചെയ്ത കൊരിന്ത് സഭയിലെ ആളുകൾ ഈർഷ്യയും പിണക്കവും ഉള്ളവരായി ജഡികന്മാരായിട്ട് ദൈവസഭയിൽ തുടർന്നു. ഇതെല്ലാവർക്കും ഉണ്ടായിരുന്നു. കൃപാവരങ്ങളുടെ കാര്യത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ യോഗ്യതകൾ കൊണ്ട് ചെയ്യുന്നതല്ല. ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ മറ്റൊരു ആൾക്ക് സൗഖ്യവും സമാധാനവും ഒക്കെ ഉണ്ടാകാൻ ദൈവം നമ്മളിലൂടെ ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് അങ്ങനെ ചില കൃപാവരങ്ങൾ നമ്മളിലൂടെ ഉണ്ടായത് കൊണ്ടോ, അതല്ല കൂടുതൽ അന്യഭാഷ പറയുന്നത് കൊണ്ടോ, അതിൽ പാടുന്നത് കൊണ്ടോ, കൈയടിച്ച് തുള്ളിച്ചാടി ആരാധിക്കുന്നത് കൊണ്ടോ ഒന്നും ഒരു വ്യക്തി ആത്മനിറവിൽ ജീവിക്കുന്ന ആളാണെന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല. അങ്ങനെ എല്ലാ കാര്യത്തിലും ശ്രേഷ്ഠരായവരാണ് കൊരിന്തിലെ സഭ. എല്ലാ കൃപാവരങ്ങളും ഉണ്ടായിരുന്നു. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നല്ല പ്രതീക്ഷയുള്ളവരായിരുന്നു. എന്നിട്ടും അവർക്ക് അതൊന്നും അവരുടെ ജീവിതത്തിൽ അവരുടെ ആത്മിക പക്വതയെ അല്ലെങ്കിൽ ആത്മീകമായി പക്വതയുള്ള ഒരു ജീവിതം നയിക്കാൻ, ജീവിതത്തിൽ കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ആത്മനിറവ് നിങ്ങൾക്കും എനിക്കും ഉണ്ടെങ്കിൽ നാം ചെയ്യുന്ന ഏത് പ്രവൃത്തികളേക്കാൾ പ്രധാനമാണ് നമ്മുടെ ജീവിതത്തിലൂടെ സമൂഹത്തിലേക്ക്, ജനങ്ങളുടെ ഇടയിലേക്ക്, സഭയിലേക്ക് ഒക്കെ വരുന്ന ആത്മാവിന്റെ ഫലം പുറപ്പെടുവിച്ചുള്ള ജീവിതം എന്ന് പറയും. ആത്മാവിന്റെ ഫലം ആണ് ആത്മനിറവിന്റെ ശരിയായ തെളിവ്. അന്യഭാഷയൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് എങ്കിൽ പോലും ആത്മാവിന്റെ ഫലം ഉള്ള ജീവിതം, അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. പല ആളുകളും അല്ലെങ്കിൽ നമ്മിൽ പലരും, നാം ഓരോരുത്തരും ഒരു പക്ഷേ
പറയുന്ന അന്യഭാഷയിൽ മാത്രം ശ്രദ്ധിച്ച് അതിൽ മാത്രം ചിന്ത വെച്ച് തൃപ്തിയടഞ്ഞ് ബാക്കി ജീവിതത്തിന്റെ കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കാതെ ജീവിച്ചു വന്നൊരു ജീവിതമുണ്ട്. എനിക്ക് അന്യഭാഷയുണ്ട്, അതുകൊണ്ട് ഞാൻ അഭിഷേകം പ്രാപിച്ചു, അവിടെ കൊണ്ടെല്ലാം തീർന്നു. ഇനിയും ഞാൻ പഠിക്കാനുള്ളതും മാറാനുള്ളതുമായ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് വിശുദ്ധ തിരുവചനം എന്നോട് ആവശ്യപ്പെടുന്നതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ പറയുന്ന അന്യഭാഷയുടെ ബലത്തിൽ ഞാൻ ആത്മീകനാണെന്ന് സ്വയം ചിന്തിച്ചു പോകുന്ന ജീവിത രീതി ശരിയല്ല. നിങ്ങൾക്കും എനിക്കും ആത്മനിറവ് എന്ന് പറയുന്ന ദൈവിക അനുഭവം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ജീവിതത്തിൽ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നെങ്കിൽ, അത് അന്യഭാഷയിൽ മാത്രമല്ല അതിന്റെ മാനദണ്ഡം നിൽക്കുന്നത്, മറിച്ച് നാം പറയുന്ന അന്യഭാഷ, നാം ഉപയോഗിക്കുന്ന ആ പല ആത്മീക പ്രവൃത്തികൾ, അല്ലെങ്കിൽ നമ്മുടെ ദൗത്യം, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന കൃപാവരങ്ങൾ, ഇതിന്റെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ആത്മനിറവുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എന്നിൽ പ്രവർത്തിക്കുമ്പോൾ അതെല്ലാം വിരൽ ചൂണ്ടേണ്ടത് എൻ്റെ ആത്മഫലമുള്ള ജീവിതത്തിലേക്കാണ്. ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് കാര്യമായിട്ട് അറിയാവുന്നവരാണ് നമ്മൾ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഒരു വ്യക്തിയിൽ ആത്മനിറവ് ഉണ്ട് എങ്കിൽ ഈ പറഞ്ഞ എല്ലാ യോഗ്യതകളും, എല്ലാ സ്വഭാവ ശ്രേഷ്ഠതകളും ആ വ്യക്തിയിൽ ഉണ്ടാവും. അന്യഭാഷ മാത്രമല്ല, അന്യഭാഷ പറഞ്ഞിട്ട് സ്വകാര്യ ജീവിതം ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ ധാർമ്മിക ജീവിതം ശ്രദ്ധിക്കാത്ത നിലയിലേക്ക് പോകുന്ന ഒരവസ്ഥയല്ല. ധാർമ്മിക ജീവിതവും സ്വകാര്യ ജീവിതവും ഒക്കെ അച്ചടക്കമില്ലാതെ പോയിട്ടും പറയുന്ന അന്യഭാഷയുടെ ബലത്തിൽ ജീവിതത്തെ പോളിഷ് ചെയ്തു പോകുന്നതിന് വേണ്ടിയുള്ള ഒരു ധൈര്യമല്ല ആത്മനിറവ് തരുന്നത്. ആത്മനിറവ് വാസ്തവത്തിൽ നമ്മെ കൂടുതൽ കൂടുതൽ ദൈവത്തിന് പ്രസാദിക്കാൻ കഴിയുന്ന ഒരു നല്ല ജീവിതത്തിലേക്കാണ് വഴിതിരിച്ചു വിടുന്നത്. അത് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചല്ലോ, 1-ാം നൂറ്റാണ്ടിലെ ദൈവമക്കൾക്ക് കൂടെ കൂടെ ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവർ ഈ അനുഭവങ്ങൾ പ്രാപിക്കുന്തോറും അവരെല്ലാവരും നല്ല മനുഷ്യരായി അനേക ആളുകൾക്ക് സമാധാനവും സ്നേഹവും സന്തോഷവും നൽകുന്ന ജീവിതത്തിനുടമകളായി മാറിക്കൊണ്ടേയിരുന്നു. അതായിരുന്നു ആത്മനിറവ്. അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള വൈകാരിക പ്രകടനങ്ങളിലോ, അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ആ ചൂഷണങ്ങൾക്കോ വേണ്ടി ഉപയോഗിക്കാനുള്ള ഒന്നായിരുന്നില്ല അവർക്ക് ആത്മനിറവ്. അവർ ആത്മനിറവ് പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആത്മാവിന്റെ ഫലത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തോട് അവർ ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ക്രിസ്തുവിന്റെ മിഷൻ ചെയ്യുന്നു, ക്രിസ്തുവിന്റെ സാക്ഷികളായിട്ട് അവർ സമൂഹത്തിൽ ജീവിക്കുന്നു. അതായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ആത്മനിറവിന്റെ തെളിവായിട്ട് ലോകത്തിന് അവര് കാണിച്ചു കൊടുത്തത്. ആത്മാവിന്റെ ഫലം, അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അത് ഗലാത്യ ലേഖനം 5-ന്റെ 22-23 വാക്യങ്ങളിലാണ്. അതിലെ 1-ാമത്തെ കാര്യം സ്നേഹം എന്ന ആത്മാവിന്റെ ഫലം, സ്നേഹം. അവിടെ എല്ലാം ആരംഭിക്കുക. ഗിരിപ്രഭാഷണം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു, നിങ്ങൾ ശത്രുവിനെ സ്നേഹിക്കുക. അതിനു മുമ്പ് കർത്താവ് പറയുകയാണ്, നിങ്ങൾ പൂർവന്മാരോട് അരുളി ചെയ്തത് കേട്ടിട്ടുണ്ടല്ലോ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ശത്രുവിനെ സ്നേഹിക്കുക. ആ കാലത്തെ ഒരു ഗുരുവിനും, ഒരു സദൂക്യനും, ഒരു പരീശനും, ഒരു ന്യായശാസ്ത്രിക്കും
ഒരു എസ്സേന്യ സമൂഹത്തിൽപ്പെട്ട പണ്ഡിതനും പറയുവാൻ കഴിയാത്ത, ചിന്തിക്കുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കണം എന്നാഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് ഒരു വിപ്ലവം പോലെ യേശു അവരോട് പറഞ്ഞത്. നിങ്ങൾ ശത്രുവിനെ സ്നേഹിക്കുക. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സാധിക്കുന്ന കാര്യം അല്ല. അവരുടെ തത്വശാസ്ത്രം എന്ന് പറയുന്നത് കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്നാണ്. അപ്പൊ ആത്മനിറവിന്റെ ഭാഗമായി നമ്മിൽ ഉണ്ടാകുന്ന സ്നേഹം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നാം കണ്ടുവരുന്ന സകല സ്നേഹങ്ങളുടെയും ഒരാകത്തുകയല്ല. അവിടെ ഒരു സ്നേഹം, അവര് പരസ്പരം സഹകരിച്ചു, സ്നേഹിച്ചു. പക്ഷെ അവരുടെ ചിന്ത കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്നായിരുന്നു. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സ്നേഹം അവരിൽ നിന്ന് തന്നെ ഉണ്ടാകാൻ യേശുവിന്റെ പ്രബോധനം. നിങ്ങൾ ശത്രുവിനെ സ്നേഹിക്കുക. അവരിൽ നിന്ന് തന്നെയാണ് അത് ഉണ്ടാകേണ്ടത്. അവരുടെ ജീവിതത്തിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. കാഴ്ചപ്പാട് അങ്ങനെയാകണം. ചിന്തകൾ അങ്ങനെ രൂപാന്തരപ്പെടുത്തി എടുക്കണം. ആ ഒരു നല്ല ജീവിതത്തിലേക്ക്, സമാധാനമുള്ള ജീവിതത്തിലേക്ക് അവരെ കർത്താവ് ക്ഷണിക്കുകയാണ്. അപ്പൊ ആത്മഫലത്തിലെ സ്നേഹം എന്ന് പറയുന്ന ആ വാക്കിന് ഉപയോഗിച്ചിരിക്കുന്ന റൂട്ട് വേർഡ് അഗാപ്പെ എന്ന, അത് അറിയാവുന്ന ഒരു പദമാണ് അഗാപ്പെ എന്ന. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിർവ്യാജ സ്നേഹമെന്ന്. മറ്റൊരു മനുഷ്യന്റെ ഉയർച്ചയിലും മറ്റൊരു മനുഷ്യന്റെ നല്ല വളർച്ചയിലും ഒന്നും അസൂയ കാണിക്കാതെ നിർവ്യാജമായ ഒരു ഹൃദയത്തോടു കൂടി സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ പേരാണ് അഗാപ്പെ. അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, ആ വ്യക്തിയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ എന്നിൽ നിന്നും ഒട്ടും പോലും അസൂയയോ ഒട്ടും പോലും വ്യാജമില്ലാത്ത, കപടമില്ലാത്ത സ്നേഹം ആ വ്യക്തിയിലേക്ക് നൽകുന്നതാണ് ഈ അഗാപ്പെ എന്ന് പറയുന്ന ആ സ്നേഹം. അതാണ് ആത്മഫലത്തിലെ സ്നേഹം. ഒരു ആത്മനിറവുള്ള വ്യക്തിയുടെ സ്നേഹത്തിന്റെ മൂല്യം അതാണ്. സ്നേഹത്തിന്റെ മൂല്യം കൊരിന്ത് സഭയിലെ ആളുകൾക്ക് അതുണ്ടായിരുന്നു. എഫെസോസിലെ സഭയിലെ ആളുകൾക്ക് അതുണ്ടായി. അത് പോയി. അതാണ് കർത്താവ് പറയുന്നത്, ആദ്യ സ്നേഹം കുറഞ്ഞു പോയി എന്നൊരു കുറവ് നിന്നെ കുറിച്ച് പറയാനുണ്ട്. ഈ സ്നേഹത്തിൽ നിന്നും വീണു പോകുന്നത്, ഈ സ്നേഹത്തിന്റെ മാന്യതയിൽ നിന്ന് ഒളിച്ചോടുന്നത്, ഈ സ്നേഹത്തിന്റെ ഉപദേശത്തെ അംഗീകരിക്കാത്ത ജീവിക്കുന്നത്, ഈ സ്നേഹത്തിന്റെ തത്വത്തെ പാലിക്കാതെ നടക്കുന്നത് കുറവായിട്ടാണ് യേശു അവതരിപ്പിച്ചത്. നിന്നെ കുറിച്ച് ഒരു കുറവ് പറയാനുണ്ട്. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. ഈ സ്നേഹം, ഈ ഫലത്തിന്റെ ഭാഗമായി വരുന്ന സ്നേഹം, മറ്റു മനുഷ്യരുടെ നന്മയ്ക്കായി ജീവിതത്തെ സമർപ്പിച്ച ആ സ്നേഹം, ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിന് തയ്യാറായി അങ്ങനെ സ്നേഹിച്ച് ആളുകളെ സമാധാനത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ജീവിതത്തെ പൂർണ്ണമായും ക്രിസ്തുവിന്റെ ഹിതത്തിനു വേണ്ടി നൽകിക്കൊടുത്ത ആ സ്നേഹം അത് ആത്മഫലത്തിന്റെ ഭാഗമാണ്. ഒരു വ്യക്തിയുടെ ആത്മനിറവിൽ ആ സ്നേഹത്തിന്റെ ശ്രേഷ്ഠത വളരെ വലുതാണ്. ആത്മനിറവുണ്ട് എന്നൊരാൾ ചോദിച്ചാൽ, ഉണ്ട് എന്ന് പറയുന്നതിനേക്കാൾ പ്രധാനമാണ് അതിന്റെ ഫലത്തിലൂടെ അതിന്റെ പ്രവൃത്തിയെ ജീവിതത്തിൽ തെളിയിക്കുക. ആത്മനിറവുണ്ടോ? ഉണ്ട്. എന്താണ് തെളിവ്? ഞാൻ അന്യഭാഷ പറയുന്നു. ശരി, ചോദ്യം, നീ സ്നേഹിക്കുന്നുണ്ടോ? നിർവ്യാജമായ സ്നേഹം നിനക്കുണ്ടോ? മറ്റൊരു മനുഷ്യന്റെ ഉയർച്ചയിൽ ആ വ്യക്തിയോടൊപ്പം സന്തോഷിക്കാൻ പറ്റിയ ഒരു സ്നേഹം ആ വ്യക്തിയോടുണ്ടോ? എങ്കിൽ ആത്മനിറവില്ല, ആത്മനിറവിന്റെ അനുഭവമുണ്ട്. അതല്ലാതെ അന്യഭാഷയും പറഞ്ഞു, ആരാധിച്ചു, എല്ലാം ചെയ്തു, പക്ഷെ ഈ ഭാഗത്ത് ഈ മേഖലകളിലെല്ലാം പരാജയപ്പെട്ട ജീവിത ശൈലിയാണെങ്കിൽ
നാം നമ്മെ തന്നെ വീണ്ടും സമർപ്പിക്കേണ്ടി വരും, തിരുത്തി ചിന്തിക്കേണ്ടി വരും. അതാണ് ആത്മനിറവിന്റെ ഫലം എന്ന് പറയുന്ന ഭാഗത്തെ ആദ്യത്തെ കാര്യം. അതിനെക്കുറിച്ച് വീണ്ടും പറയാനുണ്ട്. എങ്ങനെയാണ് അത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്, നമ്മുടെ ജീവിതം കൊണ്ട് അത് എങ്ങനെ മറ്റുള്ളവരിലേക്ക് കൊണ്ടെത്തിക്കാം എന്നൊക്കെ പറയാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ പറയും. കർത്താവ് സഹായിക്കട്ടെ. വലിയവനായ ദൈവമേ, അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾക്ക് നൽകിയ ആത്മനിറവിനെ നിലനിർത്തിപ്പോവാനുള്ള കൃപ തരണമേ. യേശുവിൻ നാമത്തിൽ. ആമേൻ.